ഹൈക്കോടതിയുടെ അസാധാരണ നടപടിയിൽ ഭയന്ന് വിറച്ച ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ സൂപ്പർ കോടതി ചമയേണ്ടെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കോടതിയോട് യുദ്ധപ്രഖ്യാപനമാണോ നടത്തുന്നതെന്നും അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് വിചാരണ നടത്താൻ അറിയാമെന്നും ഹൈക്കോടതിയുടെ വമ്പൻ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നടത്തിയ നാടകത്തിന് ചുട്ട മറുപടി തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ ചുരുട്ടിക്കൂട്ടുകയാണ് നീതിന്യായ വ്യവസ്ഥ. ഇതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. പണമുണ്ടെന്ന ഹുങ്കിന്റെ പേരിൽ, പണമുണ്ടെന്ന അഹന്തയുടെ പേരിൽ സമൂഹത്തിലെ എല്ലാത്തിനെയും വിലയ്ക്ക് വാങ്ങാമെന്ന ഇത്തരം പുത്തൻ പണക്കാരുടെ ഹുങ്കിനേറ്റ് തിരിച്ചടിയാണ് ഹൈക്കോടതിയുടേത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ അസാധാരണമായ നടപടി. ഇന്ന് രാവിലെ മറ്റു കേസുകളൊക്കെ തന്നെ പരിഗണിക്കുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ കൃത്യമായി ഹാജരാകണം. ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഹൈക്കോടതിയിൽ മുന്നിൽ എത്തണമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിടുകയായിരുന്നു. ഇതോടുകൂടി സംഗതി പന്തിയല്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർക്ക് ഉടൻ തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ പേപ്പറുകളും ജയിലിൽ ഹാജരാക്കി ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഇതുപോലെ തനിക്ക് ലഭിച്ചതുപോലെ ജാമ്യം ലഭിച്ചിട്ടും ജാമ്യ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിരവധി പേർ ജയിലിലുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ ഒരു ദിവസം കൂടി ജയിലിൽ കിടന്നതെന്ന്. എന്നാൽ പിന്നാലെ 12 മണിക്ക് വീണ്ടും കേസ് പരിഗണിച്ച ഹൈക്കോടതി എന്താണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടിയന്തരമായി ഹൈക്കോടതിക്ക് നൽകണമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കോടതിക്കും തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ കരുതരുത്. കോടതിക്ക് നേരെയുള്ള വെല്ലുവിളിയാണോ, കോടതിക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണോ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത്? വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനും കോടതിക്കറിയാമെന്ന് കോടതി വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂർ സൂപ്പർ കോടതി ചമയേണ്ടെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ കണക്കാക്കരുത്. അത് കോടതി കാണിച്ചു തരാം ആവശ്യമെങ്കിൽ. പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ ചെയ്യിപ്പിക്കാൻ ഹൈക്കോടതിക്ക് അറിയാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇന്നലെ പുറത്തു വന്നില്ല എന്നത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകണം. ഇന്നലെ എന്തുകൊണ്ട് ജാമ്യം നേടിയിട്ടും പുറത്തു വന്നില്ല എന്നത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകണം. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇതുവരെ നൽകിയ മറുപടികളിൽ തൃപ്തിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഹൈക്കോടതിയെ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയോ? ഇതൊക്കെയാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജുഡീഷ്യറി, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ച നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കർമ്മ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെ അസാധാരണമായ നാടകീയമായ നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടാൻ ഹൈക്കോടതി തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുഖത്തു നോക്കി പരിഹസിച്ച ബോബി ചെമ്മണ്ണൂരിനെ നിയമം എന്താണെന്ന് പഠിപ്പിക്കാൻ ഒരു ഹൈക്കോടതി ജഡ്ജി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പണമുള്ളത് കൊണ്ട്, പദവിയുള്ളത് കൊണ്ട്, അധികാരങ്ങളിൽ പിടിപാടുള്ളത് കൊണ്ട് സമൂഹത്തിലെ ഒന്നിനെയും വകവയ്ക്കേണ്ടെന്ന ചില ആളുകളുടെ ഹുങ്കിനേറ്റ് തിരിച്ചടിയായിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഹൈക്കോടതിയുടെ നടപടി. മാതൃകാപരമായ ഇടപെടലെന്ന് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ നോക്കി ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു നടപടി. ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. 6 ദിവസം കഴിഞ്ഞ് വക്കീല് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞതുകൊണ്ട് കോടതി ജാമ്യം നൽകുന്നു, അതും ഉപാധികളോടെ. അപ്പോഴും കോടതി പറയുകയാണ്, നിങ്ങൾ തെറ്റുകാരനാണെന്ന് കോടതിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾക്കെതിരെ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യമുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ വാക്കുകൾ ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് കോടതിക്ക് ഉറപ്പായും ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്ന് പറയുന്നുവെങ്കിലും പോലീസ് എടുത്ത നടപടികളിൽ കൃത്യമായ കാര്യങ്ങളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമുണ്ട്. ഇനിയും
സമൂഹത്തിൽ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിംഗ് നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രം നിങ്ങൾക്ക് ജാമ്യം അനുവദിക്കാം. അതോടുകൂടി ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ താണു കേണു വീണ് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ച ശേഷം ബോബി ചെമ്മണ്ണൂർ ജയിലിനുള്ളിൽ വമ്പൻ നാടകം കളിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കാൻ അറിയാവുന്ന വ്യക്തി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മകരവിളക്കായിരുന്നു. മകരവിളക്കായതുകൊണ്ട് തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ മകരവിളക്കിലേക്കാണ്. അതുകൊണ്ട് സ്വാഭാവികമായും താൻ പുറത്തിറങ്ങുമ്പോൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന് നന്നായി അറിയാം. അത് കൃത്യമായി മനസ്സിലാക്കി ബോബി ചെമ്മണ്ണൂർ മറ്റൊരു കഥ മെനയുന്നു. ജയിലിനുള്ളിൽ ജാമ്യം ലഭിച്ചിട്ടും ജാമ്യ ഉപാധികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ കിടക്കുന്നു, ഞാൻ ഇനിയും ജയിലിൽ കിടക്കും. ഇത് ജുഡീഷ്യൽ സംവിധാനത്തിന് നേരെയുള്ള പരിഹാസമാണ് എന്നതിൽ തർക്കമില്ല. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് പച്ചയ്ക്ക് ഒരു മനുഷ്യൻ. കോടതി ജാമ്യം നൽകിയിട്ടും ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് ഒരു പ്രതി പറയുകയാണ്, ഒരു പീഡന കേസിലെ പ്രതി പറയുകയാണ്. അങ്ങനെ ഓരോ പ്രതികളും ഇത്തരത്തിൽ അവരവരുടെ സൗകര്യത്തിന് മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജയിലുകളുടെ അവസ്ഥ എന്താവും? ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി പിന്നീട് പരിഗണിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ നിർത്തിപ്പൊരിക്കുകയാണ് കേരളത്തിന്റെ ഹൈക്കോടതി ചെയ്യിക്കുന്നത്. കേസ് വീണ്ടും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പരിഗണിക്കാനാണ് ഹൈക്കോടതി തീരുമാനം. ഇതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നു. കോടതിയുടെ അസാധാരണമായ ഇടപെടൽ വന്നതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ തൻ്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ നാടകം പൊളിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ ഹൈക്കോടതി. എന്താണ് നിയമത്തിൻ്റെ, നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി, കരുത്ത് എന്ന് ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കയ്യിലുള്ള കുറെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെന്ന് ബോബി ചെമ്മണ്ണൂരിനെ ബോധ്യപ്പെടുത്താൻ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്താണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അടിയന്തരമായി ഹൈക്കോടതിക്ക് നൽകണമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. കോടതിക്കും തനിക്ക് മുകളിൽ ആരുമില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ കരുതരുത്. കോടതിക്ക് നേരെയുള്ള വെല്ലുവിളിയാണോ, കോടതിക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണോ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത്? വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനും കോടതിക്കറിയാമെന്ന് കോടതി വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂർ സൂപ്പർ കോടതി ചമയേണ്ടെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്.